ഒരുപാട് പയറ്. ഇതുണ്ട് പയറാണോ ചീരയാണോ? ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന അങ്ങനെ കണ്ടൊരു സ്ഥലം. സബ്സ്ക്രൈബേഴ്സ് കച്ചവടത്തിലോട്ട് അതാണ്. അപ്പോൾ ഗൈസ് നിങ്ങളൊരു നല്ല ക്ലിക്ക് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ് നോക്കൂ, ഇന്ന് രാത്രി ഈസ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ ഉയർപ്പും എല്ലാ പരിപാടിയാണ് ഇന്ന്. അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ പരിസരവും എല്ലാം ഇന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നാടല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? വാ വാ വാ. അപ്പോൾ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് പോലെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ സെറ്റപ്പുകളുണ്ട്, കുറേ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളും പച്ചപ്പാട്ട, ഫുൾ പച്ച കളർസ്. ഓക്കെ നോക്കൂ, എന്താട്ടോ പപ്പ, കുറേ കൃഷിയുണ്ട്. ഇത് മാങ്ങ മരം കേട്ടോ. പപ്പ ഇത് മാങ്ങ മരമല്ലേ? മാങ്ങ ഒന്നുമില്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ നോക്കൂ, നിങ്ങളെ കാണുന്ന മാവാട്ടോ. മാവല്ല മാങ്ങ. തെറ്റിപ്പോയി അല്ലേ. പിന്നെ ഗൈസ് ദിസ് ഈസ് വിറക് ഫോർ വാട്ട് കത്തിക്കൽ. ഞങ്ങൾ വണ്ടിയൊക്കെ തീറി കിടക്കാട്ടോ. പിന്നെ വേറെ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. എന്താ സംഭവം എന്നറിയോ? ഇത് കണ്ടോ, ഇത് നേരെ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ഒരുപാട് പയർ, ഒരുപാട് പയർ. ഇത് കണ്ടോ ഗൈസ്, കുറേ ജാമ്പക്ക. ഇത് ജാമ്പമരം കേട്ടോ. ഇത് കണ്ട നിറച്ചും ജാമ്പക്ക, നല്ല അടിപൊളി കേട്ടോ. ഇത് കണ്ടോ, ഫോക്കസ് വന്നിട്ടുണ്ടോ നടന്നോടാ. ഞങ്ങളനിവിടെ ട്രൗസർ ഇത് കാരണം നല്ല ചൂട്, നല്ല ചൂടാട്ടോ ഇവിടെ, നിൽക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത കുറച്ച് കാരണം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, ഇവൻ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല അത്ര ഫ്രീ അല്ലായിരുന്നു. പിന്നെ ഇതാണ് കിണർ. ദിസ് ഈസ് കിണർ. വാട്ട് കിണർ? ഇതുണ്ട് കുറേ പൂക്കളും, ഫുള്ള് പച്ചപ്പ, നല്ല പച്ചപ്പ അല്ലേ. പയർ പയർ. ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. പയറുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇവിടെ പയർ, ഇത് കണ്ടോ, ഇതൊക്കെ പയറാണോ ചീരയാണോ? ഇവിടെ പയറുണ്ട്. എന്നാ സംഭവം എന്നറിയോ, കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾക്കും കൂടെ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ്. ഇത് കണ്ടോ, മൊത്തം നിറച്ചും ചെടികളാണ്. നിറച്ചും ചെടികളാട്ടോ. എനിക്കില്ല, ഇവിടെ പാമ്പൊക്കെ വരുമെന്നൊരു ചെറിയ പേടിയുണ്ട്. ഇത് കണ്ടോ, ഇനി ഞാൻ വീട് കാണിച്ചു തരാം. വീട് ഉള്ളല്ല, വീടിനകത്ത് ആൾക്കാരിലോട് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ. ഇത് കണ്ടോ, ഇത് പപ്പായ മരം കേട്ടോ. ഇത് പപ്പായ മരം, വലുതായിട്ടില്ല, ചെറിയ കുട്ടീനെ പോലെ തന്നെ. ഇത് പുളി, കുറേ പുളി. ഇതും പപ്പായ കേട്ടോ. പിന്നെ കുറേ പുളി. ഇത് പുളിമരം. പിന്നെ ഇത് കറിവേപ്പിലാന്ന് തോന്നുന്നു. കുറേ പൂവുണ്ട് കേട്ടോ.
മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗ്രീനറിയിൽ ഉള്ള വീട്. നല്ല കിടക്കാച്ചേട്ടോ, നല്ല വൈബിളുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഫുൾ ഗ്രീനറി ഹേ. യെസ്, ദിസ് ഈസ് ബാക്ക് സൈഡ്. ഓക്കെ, നോക്ക്, ഇതാണ് കേട്ടോ ഓവറോൾ വീട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ സൈഡിലെ വ്യൂ. കുറേ മരം അങ്ങനെയാണ്. ഇതില്ലേ പപ്പ ഉണ്ടാക്കിയ കസേര കേട്ടോ, നല്ല അടിപൊളി കസേര. പിന്നെ ഇത് പപ്പായ മരം കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ചെറിയ കുട്ടി പപ്പായ. അതെന്താ അമ്മ? പൊഴിഞ്ഞോ? ആണല്ലേ. ഇത് പപ്പായ മരം ഹേ. പിന്നെ ഹേ മരം എടുത്ത്. അവിടെ പരിപ്പാണോ പയറാണോ? പയറാ, ചീരയില്ല, എല്ലാം കൂടെ ഒരുമിച്ചാണല്ലേ. പിന്നെ ഗൈസ്, ഞങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് പോകാൻ പോട്ടോ. മറ്റേ ഈ ഇവിടെ കണ്ടോ, ഇതിന്റെ അപ്പുറത്തെന്ന് വെച്ചാൽ കടവാട്ടോ. ഐ മീൻ റിവർ അല്ലേ, എന്തോ റിവർ. ഇതിൻ്റെ അപ്പുറത്ത് റിവറാണ്. അപ്പം ഞങ്ങൾ ഇപ്പം അത് കാണിച്ചു തരാം. നല്ല അടിപൊളി വൈബാട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. കട അവിടെ കേട്ടോ, ഇത് കണ്ടോ ഇപ്പോൾ അവിടെ. നല്ല രസമാട്ടോ ഇവിടെ വന്നിട്ട്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും. ഞങ്ങൾ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. ശരി, ഡയറ വലയിട്ടേക്കാണല്ലോ. ആയിട്ടേക്കട. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ മറ്റേ റിവർ. ഇത് വലയാട്ടോ. പിന്നെ അതാണ് മറ്റേ ചെട്ടി ഭാഗം, ആ റൂട്ട് അങ്ങോട്ട്. അവിടെ നിന്ന് അയ്യോ എന്നാ പറയുക, അല്ലല്ല, അവിടെ നിന്ന് വരാപ്പുഴയിലോട്ട് വരുന്ന പാലം. പിന്നെ ഈ സൈഡിലൊരു പാലം. പിന്നെ ഇല്ലേ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഫിഷിനെ ഉണ്ടാക്കുന്ന അങ്ങനെ കണ്ടൊരു സ്ഥലമാട്ടോ. ഇത് വലയാട്ടോ, വല ഇട്ടേക്കാം. ഒരു ചീട്ടിൻ മഞ്ചി തൊഴിഞ്ഞു പോകുന്നത് നോക്കൂ സുഹൃത്തുക്കളെ. അതെങ്ങനെ? അങ്ങനെ കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ വീട്ടുകാർ പറയുന്നൊക്കെ കേട്ടിട്ട് ആക്ച്വലായിട്ടും വരാപ്പുഴ എന്ന് പറയുന്ന നല്ല ഐലൻഡ് ആണെന്നും അങ്ങനെ 4 സൈഡ് 3 സൈഡ് 4 സൈഡ് അങ്ങനെ വെള്ളമാണെന്നൊക്കെ കാരണം ഇല്ലേ, ഇങ്ങോട്ട് നേരത്തേക്കെന്ന് വെച്ചാൽ വഞ്ചിയിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ അത് കഴിഞ്ഞ് പാലം വന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റോഡിന് കണക്ഷൻ കിട്ടി. അങ്ങനെ കണ്ടൊക്കെ കേട്ടോ പറഞ്ഞേ. ഇതാണ് കടവ്, നല്ല രസം. ഇതാണ് കേട്ടോ വരാപ്പുഴ പാലം. വരാപ്പുഴ പാലം ഇതല്ല, പക്ഷേ ഇല്ലേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴത്തേനും ഈ പാലത്തിലാണ്, ഈ പാലത്തിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ വരാപ്പുഴ പാലം എന്ന് പറയുന്നുണ്ട്. നിറച്ച് കാടോ കാടോ അങ്ങനെ കണ്ടൊക്കെ ഉണ്ട്. ഇതാണ് കടവ്. പിന്നെ ഈ വൈകുന്നേരം ഇല്ല, ഞങ്ങളൊരു വരാപ്പുഴ പാലം കാണിച്ചു തരാം. വരാപ്പുഴ പള്ളിയും പാലവും എല്ലാം കാണിച്ചു തരാം. നല്ല ചൂടോട്ടെ. നല്ല ചൂടായിട്ടൊക്കെ നടപടിയാവൂല നിങ്ങൾ നടക്കുന്നത്. ഇന്നലെ രാവിലെ കുരിശിൻ്റെ വഴിക്കൊക്കെ പോയിട്ട് കാലിന് നല്ല വേദനയായിരുന്നു. 2 മണിക്കൂർ 2.5 കിലോമീറ്റർ എങ്ങാനും പോയി. നല്ല സുഖമുണ്ടായിരുന്നു.
അപ്പോൾ ഗൈസ് ഇനി എന്തായാലും ഇല്ല വൈകുന്നേരം ഇന്ന് പാതിരക്കുറവുണ്ടല്ലോ. അപ്പോൾ ഇറുപ്പിന് കാണാം. ബൈ ബൈ. ഒരടി കൊടുക്കാം. ഫേമസ് പള്ളിയും കണ്ടു. ഒരടി കൊടുക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ കൃത്യം അതിരാവിലെ 3 മണിക്ക് ഞങ്ങളങ്ങനെ പള്ളിയിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കപ്പിച്ചായിരുന്നു. കാരണം എന്താണെന്നറിയോ, അത്രയും നേരം പള്ളി കുത്തിപ്പിടിച്ചിരുന്ന് ഞങ്ങളെ നല്ല ഉറക്കപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ദൈവത്തിനെ പള്ളീൻ്റെ അകത്തോട്ട് കയറ്റുന്ന വീഡിയോയും പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്. പള്ളിയിലത്തെ ദൈവത്തിനെ പള്ളീൻ്റെ അകത്ത് കയറ്റുന്ന വീഡിയോയും പിന്നെ കവറടക്കത്തിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കല്ലറയ്ക്കകത്ത് കയറ്റുന്ന വീഡിയോയും പിന്നെ ഉയർപ്പിൻ്റെ വീഡിയോയും ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടേച്ചും വാ.
പോക 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 പോയിക്കോട്ടെ പോകാടാ. കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ നാട്ടിലത്തെ ഈസ്റ്റർ പരിപാടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ബാംഗ്ലൂരിലെത്തിയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ കണ്ടതാണ് കഴിഞ്ഞ 3 ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ വെഡ്നസ്ഡേ ആണ് നാട്ടിലോട്ട് പോയത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഞങ്ങൾ വന്നപ്പോൾ റാമോ എക്സ്പ്രഷനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ ഇവിടെ ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അതാണ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ബികം ബ്രദേഴ്സ് ആരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടായ ബികം ബ്രദേഴ്സ് വ്ളോഗ്സ് എന്ന് പറഞ്ഞുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യണം. ബൈ ബൈ. റാംബോ 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 ഇതര അമ്മേ ഞാൻ ഫോണിൻ്റെ വീഡിയോ ഇട്ടോണ്ടിരിക്കാം. കഷ്ടപ്പെടാൻ വിടില്ല, മനസ്സമാധാനം മടിയല്ല. വീഡിയോ എനിക്ക് റാമോനെ കൊഞ്ചിക്കണ്ടേ? റാംബോ റാംബോ മൈ റാംബോ 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 മൈ റാംബോ റാംബോ അമ്മ ചക്കര I miss you da Rambo. Rambo, I miss you so much. Kal ke